എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. വൈക്കം മൂത്തേടത്തുകാവ് ദേവീക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. വൈക്കത്ത് നിന്നും 5 കിലോമീറ്റർ അകലെയാണ് മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രം കുടികൊള്ളുന്നത്. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയായും വൈക്കത്തപ്പൻ്റെ പുത്രിയായും മൂത്തേടത്തുകാവിലമ്മ കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. വിഷുവിന് നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് കർക്കിടകം 1-നാണ് നടത്തുറപ്പ് ഇവിടെ ഉള്ളത്. ദേവി മധുരയ്ക്ക് പോകുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഈ കാലയളവിൽ ഭക്തർക്ക് പ്രവേശനം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. വൈക്കത്തു നിന്നും 5 കിലോമീറ്റർ ദൂരം ബസ് മാർഗമോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മൂത്തേടത്തുകാവ് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നതാണ്. വളരെയധികം ഐതിഹ്യങ്ങളും പൗരാണികതയുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് മൂത്തേടത്തുകാവിലമ്മയുടെ ദേവീക്ഷേത്രം. അപ്പോൾ നമുക്ക് മൂത്തേടത്തുകാവിലമ്മയെക്കുറിച്ചുള്ള ഐതിഹ്യവും അവിടുത്തെ വിശേഷങ്ങളുമൊക്കെ നമുക്ക് കണ്ടുവരാം. വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 4-ന് നട തുറന്നു. ദേവിയെ കുടിയിരുത്തി പതിവ് പൂജകളും ദർശനവും പുനരാരംഭിച്ചു. വിശേഷാൽ അഭിഷേകങ്ങൾക്ക് ശേഷം തോറ്റംപാട്ട്, കളമെഴുത്തുപാട്ട്, വിൽപ്പാട്ട്, വലിയ തീയാട്ട്, വലിയ ഗുരുതി എന്നിവയും നടത്തും. ഇണ്ടംതുരുത്തി മനയുടെ ഊരായ്മ ക്ഷേത്രമാണിത്. മേടം 1-ന് വിഷുനാളിൽ എരിതേങ്ങാ സമർപ്പണത്തിന് ശേഷം അതുപോലെ അരിയേറിനും ശേഷം മധുരാപുരിയിലേക്ക് പോയ കണ്ണകി 3 മാസങ്ങൾക്ക് ശേഷം കാവിലമ്മയായി എത്തുന്നു എന്നതാണ് ഐതിഹ്യം. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയായും വൈദികപരമായി ശ്രീ പരമേശ്വരൻ്റെ പുത്രീഭാവത്തിലുമാണ് മൂത്തേടത്തുകാവിലെ പ്രതിഷ്ഠാസങ്കല്പം. വിഷുനാളിൽ നട അടച്ച ശേഷം കർക്കിടകം 1-നാണ് നട തുറക്കുന്നത്. ഈ കാലയളവിൽ ഭക്തർക്ക് ദർശനമോ പതിവ് പൂജകളോ ഇല്ല. കണ്ണകി ദേവി തൻ്റെ ചിലമ്പ് വിറ്റ് പണം വാങ്ങുവാനായി ഭർത്താവായ കോവിലനെ അയക്കുന്നു. ചിലമ്പ് വിൽക്കുന്നതിനായി കോവിലൻ ചോഴവൻ തട്ടാനെ സമീപിച്ചു. എന്നാൽ ചോഴവൻ തട്ടാൻ പാണ്ഡ്യനാട്ടിൽ പോയി ചിലമ്പ് വിൽക്കാമെന്ന് പറഞ്ഞ് കോവിലനെയും കൂട്ടി പാണ്ഡ്യനാട്ടിലേക്ക് പോയി. എന്നിട്ട് പാണ്ഡ്യരാജാവായ നെടുഞ്ചൊടിയൻ്റെ പത്നിയുടെ മോഷണം പോയ ചിലമ്പാണിതെന്ന് രാജാവിനോട് കള്ളം പറയുകയും ചെയ്തു. രാജാവ് കോവിലനെ വധിക്കുവാൻ വേണ്ടി ഉത്തരവിട്ടു. ഇതറിഞ്ഞ കണ്ണകി മൂത്തേടത്തുകാവിലെത്തി ദേവിയെ ഉപാസിച്ചു. കണ്ണകിയുടെ ശരീരത്തിൽ പ്രവേശിച്ച ദേവി മധുരയെ ചുട്ടുചാമ്പലാക്കി എന്നുള്ളതാണ് ഐതിഹ്യം.